എന്തായി? നീ ഹോസ്പിറ്റൽ ഇതുവരെ എത്തിയില്ലേ? കൃത്യസമയത്താണ് ഞാൻ എത്തി സർ. ഇപ്പൊ മുറിക്ക് മുൻപിലുണ്ട്. ആ, അകത്ത് നേഴ്സോ ജ്യോതി ആരെങ്കിലും കാണും. സൂക്ഷിക്കണം സർ. ഇന്നത്തോടെ അവളുടെ കഥ തീരണം. മനസ്സിലായോ? മനസ്സിലായി സർ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. സംഗതി കഴിഞ്ഞ് ഉടനെ ഞാൻ സാറിനെ വിളിക്കും. ഓക്കെ സർ. ശരി. ഇന്നത്തോടെ അവളുടെ അധ്യായം അവസാനിപ്പിക്കണം. ട്രീറ്റ്മെന്റ് ഇങ്ങനെ പോയാ അവള് നാളെ എപ്പോഴെങ്കിലും സംസാരിക്കും. പിന്നെന്റെ ജീവിതം ജയിലിലാവും. പ്രിയയ്ക്കും എനിക്കും ഒരുമിച്ച് ജീവിക്കാൻ ഇതേ മാർഗമുള്ളൂ. സോറി സൂര്യ. സോറി ജ്യോതി, വാ. എന്താ? ഞാൻ പറയാം, വാ. എന്താ? സൂര്യ നോക്ക. സൂര്യ, 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 കൊന്നോളെ ഞാൻ. അടുക്കരുത്. കൊന്നോളയും. എടുക്കരുത്. മാറുക. മാറാൻ. സൂര്യ, സൂര്യ, സൂര്യ,
മൈ ഡിയർ സൺ, യു ഡു ബിഗ് മിസ്റ്റേക്ക്. ഏതോ കള്ളൻ ലോക്കർ എടുത്തോണ്ട് പോയതിന് നീ വെറുതെ ജ്യോതിയെ ഡൗട്ട് അടിച്ചു. അല്ലെങ്കിൽ അമരാവതിയില് ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്. ഇവിടെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അതെല്ലാം ജ്യോതിയുടെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കും. പാവം കുട്ടി, ഈ നാടകത്തിന്റെ പിന്നിൽ താരങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മേ, നമ്മുടെ സെക്യൂരിറ്റി കള്ളനെ പോലെ ഒരുത്തനെ ഇന്നലെയും ഗേറ്റിന് പുറത്തു വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ തന്നെയായിരിക്കും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത്. അത് ശരിയായിരിക്കും. അവൻ നേരത്തെ തന്നെ നമ്മുടെ വീട് കണ്ണുവെച്ചിരുന്നു എന്നാവും എനിക്ക് തോന്നുന്നത്. എന്നിട്ടായിരിക്കും വന്ന് മോഷ്ടിച്ചത്. അല്ല, എനിക്കൊരു സംശയം. ആ സമയത്ത് എന്തിനാ ചിത്രേ നീ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ ആ സെക്യൂരിറ്റി പറഞ്ഞു വിട്ടത്? അത് പിന്നെ അയാൾക്കറിയാവുന്ന നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയാളെ മേക്കപ്പ് സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടത്. പക്ഷെ ഇനിയില്ല കേട്ടോ, ഇതോടെ ഞാൻ നിർത്തി. അയ്യോ, ഇനി മേലിൽ ഞാൻ അയാളെ ഒരിടത്തും പറഞ്ഞു വിടത്തില്ല. സോറി ഡി കെ. കുറച്ചു നാളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും പരസ്പര ബന്ധമില്ലാത്ത, എന്നാൽ അതിനെല്ലാം പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് താനും. അതാ ജ്യോതി തന്നെയാണെന്നാ ഇപ്പോഴും എന്റെ സംശയം. ഈ ലോക്കർ തിരിച്ചു കിട്ടിയിട്ടും നിനക്ക് അവളെ ഇനിയും വിശ്വാസമായില്ല മോനെ? ഇല്ലമ്മേ, എനിക്ക് അവളെ ഒട്ടും വിശ്വാസമില്ല. ഈ വീടിന് നല്ലത് വരുന്ന ഒരു കാര്യവും അവൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. സൂര്യ, ഡോക്ടർ സൂര്യ. നോക്കട്ടെ. സൂര്യ, 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 സൂര്യ. ഡോക്ടർ, സൂര്യ. അതിങ്ങെടുക്ക. ശരി ഡോക്ടർ. My God. No problem. She is okay. She is still alive. സൂര്യ, സൂര്യ. സൂര്യ. ജ്യോതി, നൗ ഷീ ഈസ് ഓക്കെ. സമയത്ത് നിങ്ങൾ എത്തിയതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു. സിത്താര, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഡോക്ടർ. ഇല്ല സൂര്യ, ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ കൊണ്ടുപോകും അമരാവതിയിലേക്ക്.
ഭാവിച്ച സൂര്യ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നാശം. ഇവളെല്ലാം നശിപ്പിക്കും. എന്റെ പ്ലാനൊക്കെ ഇവള് തൊലയ്ക്കും. സൂര്യ, 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 നിന്നെ ഡിസ്ചാർജ് ചെയ്തോ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. എന്നോട് പറയാതെ അവർ നിന്നെ ഡിസ്ചാർജ് ചെയ്തോ? ജ്യോതി, എന്നെ ഒന്ന് വിളിക്കായിരുന്നു എന്താ? ഞാൻ വരുമായിരുന്നില്ലേ? അല്ലെങ്കിലും ഇവൾക്കങ്ങനെ ചോദ്യവും പറച്ചിലും ഒന്നും ഇല്ലല്ലോ. ഓരോ കാര്യവും തന്നിഷ്ടം പോലെ അങ്ങ് ചെയ്യുകയാണല്ലോ പതിവ്. ഇത്തവണ അത് തെറ്റിച്ചില്ല. ഞങ്ങൾ ആരും അറിയാതെ ഇവിടെയുള്ള ഒരാളോടും ഒരു വാക്ക് പോലും പറയാതെ നീ എന്തിനാ സൂര്യയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സൂര്യ ഇവിടേക്ക് കൊണ്ടുവരണോ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണോന്ന് നീ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചോ? അവളുടെ ഭർത്താവല്ലേ അവിനാഷ്. അറ്റ്ലീസ്റ്റ് അവിനാഷിനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ? ഏയ് ബേക്കറിക്കാരി, ഇവളുടെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കാൻ നീ ആരാ? ഈ വീട്ടിൽ വെച്ചാ ഇവൾക്ക് അപകടം ഉണ്ടായത്. ഇവളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കാ. എന്നോടോ അമ്മയോടോ ചോദിക്കാതെ നീ എന്തിനാ ഇവളെ ഡിസ്ചാർജ് ചെയ്തത്? നാളെ ഡിസ്ചാർജ് ആകുമെന്നാണല്ലോ ഡോക്ടർ എന്നോട് പറഞ്ഞത്. പിന്നെ എന്തിനാ നീ ഇന്ന് ഇവളെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? ഡിസ്ചാർജ് ചെയ്യാൻ നാളെ വരെ കാത്തു നിന്നാ ഒരുപക്ഷെ ഈ പാവം ജീവിച്ചിരിക്കില്ലാന്ന് തോന്നി. എന്താ നീ പറഞ്ഞത്? ജീവിച്ചിരിക്കില്ലെന്നോ? അതെ അമ്മ, സൂര്യയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇനി എന്റെയും കൂടി ബാധ്യതയാണ്. ആശുപത്രി നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ആശുപത്രിയിൽ എന്ത് നടന്നു എന്നാ നീ പറയുന്നേ? കൊലപാതക ശ്രമം. ഈ പാവത്തിന് ആശുപത്രി വെച്ച് തന്നെ കൊല്ലാനുള്ള ഹീനമായ തന്ത്രം, അതാണ് ഹോസ്പിറ്റലിൽ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നത്. ഇവളെ കൊല്ലാൻ നോക്കിന്നോ? ആര്? നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ സംഭവിച്ചത്? പറയാം. ഇത്രയും സംഭവിച്ചിട്ട് നീ എന്താ എന്നെ വിവരം അറിയിക്കായിരുന്നു? അതിനു മുമ്പേ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അവനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആവുന്നത്ര ട്രൈ ചെയ്തതാ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. മോളെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത്? പറ. നിന്നോട് ആർക്ക് എത്ര ശത്രുതയുള്ളത്? നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരായാലും അവരിൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ആ നഴ്സ് മരുന്നെന്തോ എടുക്കാൻ പോയപ്പോഴാ ഈ സംഭവം ഉണ്ടായത്. അയ്യോ, ഇനിയും ഇവളെ അവിടെ കിടത്തിയാ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വേഗം ഡിസ്ചാർജ് ചെയ്യിച്ച് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ സൂര്യക്ക് കിട്ടുന്ന സുരക്ഷിതത്വം വേറൊരിടത്തും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. DK, പ്ലീസ്, ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല.
അത് എന്റെ തെറ്റ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ പരസഹായം ഇല്ലാതെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത ഈ പാവത്തിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇവളെ ഞാൻ നോക്കിക്കോളാം. ഇവൾക്ക് ഒരു അപകടവും വരാതെ ഇനി ഞാൻ സൂര്യയെ നോക്കും. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടല്ലേ ഇവിടെ അനുവാദം ചോദിക്കൂ. അതാണല്ലോ ശീലം. സൂര്യയുടെ കാര്യമായതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. മോനെ അവിനാശ്, നീ എന്താ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത്? വേഗം നിന്റെ വൈഫിനെ അകത്ത് കൊണ്ടേ കിടത്ത്. വേണ്ട, ഞാൻ തന്നെ ഇവിടെ അകത്തുകൊണ്ടേ കിടത്തിക്കൊള്ളാം. സൂര്യ, നിന്നെ എത്ര കാലം നോക്കുന്നതിലും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നീയും അമരാവതിയിലെ കുട്ടിയാ. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അമ്മേ, സൂര്യ നമുക്ക് മറ്റേതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? ഇനി ഇവക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു ആവശ്യമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. വീട്ടിൽ കിടത്തി ചികിത്സിച്ചാലും മതി. ഡോക്ടർ ഇങ്ങോട്ട് വന്ന് കണ്ടോളാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൂര്യ നോക്കുന്ന ഉത്തരവാദിത്വം നീ ഏറ്റെടുത്ത ഈ വീട് നോക്കുന്ന കാര്യം ആരേറ്റെടുക്കും? എന്തായാലും സൂര്യ നോക്കുന്നത് എനിക്ക് മറ്റാരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീടിന്റെ ചുമതല വീണ്ടും മായ ഏറ്റെടുക്കട്ടെ. അമ്മ, സൂര്യയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് എപ്പോഴും ഒരാള് അടുത്തില്ലാതെ പറ്റില്ല. ഇവർക്കാർക്കും അതിനൊന്നും സമയം കാണില്ല. ഞാൻ തന്നെ സൂര്യ നോക്കിക്കോളാം. യെസ് ബേട്ടി, ബെസ്റ്റ് ഡിസിഷൻ. ജ്യോതിമോള് പറഞ്ഞത് കേട്ടില്ലേ? ഇന്നു മുതൽ ജ്യോതിമോള് സൂര്യയുടെ കാര്യങ്ങൾ നോക്കും. മായ ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നോക്കണം. ഓക്കെ? അമ്മേ, ഇവൾക്ക് ഇവളെ തന്നെ നോക്കാൻ കഴിയില്ല. പിന്നല്ലേ സൂര്യ നോക്കുന്നു.